നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ ഉയർച്ചയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ആരോഗ്യമുള്ളവരായിരിക്കും. വിനയമായ പെരുമാറ്റത്തോടു കൂടിയവരായിരിക്കും ഇവർ. ശിരോരോഗമോ ദന്തരോഗമോ നയനരോഗമോ മുതലായവയിൽ ഏതെങ്കിലും അല്പമായിട്ടെങ്കിലും ഇവരെ ബാധിക്കും. മിഥുനം, കന്നി, മേടം ഈ മാസങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വായുവിൻ്റെ ഉപദ്രവമോ വായുശോഭമോ ഉണ്ടാകുന്നതാണ്. ഇവർ സ്ഥിരമായി ഈശ്വരവിശ്വാസികളായിരിക്കും. കർമ്മയോഗികളും ആചാരാനുഷ്ഠാനങ്ങളെയും ചില അന്ധവിശ്വാസങ്ങളെയും അതേപടി വിശ്വസിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. പ്രയത്നിക്കുക, പ്രവർത്തിക്കുക, ഇത് രണ്ടുമാണ് വിശ്വാസ പ്രമാണങ്ങൾ. പൊതുകാര്യത്തിൽ ഇടപെട്ടാൽ ന്യായദീക്ഷയോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ദാമ്പത്തിക ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ ഭാഗ്യവാന്മാരാണ്. ഗൃഹഭരണ കുശലതയും പതിഭക്തിയും ഭർത്താവിൻ്റെ ഏതുവിധ കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന വിശാലഹൃദയരും മനോഗുണമുള്ള സ്ത്രീകളുമായിരിക്കും ഇവർക്ക് ഭാര്യയായി വന്നു ചേരുക. എന്നാൽ മിക്കവാറും ഭാര്യയുടെ ആരോഗ്യക്കുറവ് കൊണ്ടോ കൂടെയുള്ള വിരഹം കൊണ്ടോ ദാമ്പത്തിക ജീവിത സുഖം പൂർണ്ണമായി ഇവർ അനുഭവിച്ചെന്ന് വരുന്നതല്ല. ഗൃഹജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും മറ്റാരേക്കാളും കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടും. ഒരു പ്രതിജ്ഞ ചെയ്താൽ അത് നിറവേറ്റുന്നതിന് എത്ര അബദ്ധപ്പെടേണ്ടി വന്നാലും കൃത്യനിഷ്ഠതയോടുകൂടി ഇവരത് നിർവഹിക്കും. കാർത്തിക നാളുകാർക്ക് സ്വദേശമോ സ്വകുടുംബമോ അത്ര നല്ല രീതിയിൽ വരില്ല. അന്യദേശത്തിലെ ജീവിതവും പ്രവർത്തനവുമാണ് ഇവർക്ക് കൂടുതലും നല്ലത്. പ്രായേണ മാതൃഭക്തിയുള്ളവരും മാതാവിൻ്റെ പ്രത്യേക വാത്സല്യങ്ങൾക്ക് ഇടയുണ്ടാകുന്നവരും എന്നാൽ പിതൃദത്തമായ സൗഭാഗ്യങ്ങൾ താരതമ്യേന കുറവായിരിക്കും. ഇവർക്ക് 50 വയസ്സുവരെ ശാശ്വതമായ ഒരു അഭിവൃദ്ധിയോ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമാകണമെന്നുള്ളത് കൊണ്ട് ശരിയായ ജീവിത സ്വസ്ഥതയോ കൈവരിക്കുവാൻ കഴിയുന്നില്ല. 24 മുതൽ 35 വയസ്സിനകത്തും 50 മുതൽ 55 വയസ്സിനകത്തും ഇവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഭർതൃ സൗഭാഗ്യം കുറഞ്ഞോ ഭർതൃ വിരഹമനുഭവമായോ സന്താന ക്ലേശിതങ്ങളായോ ഇവരിലധികവും കാണപ്പെടുന്നു. സ്വന്തക്കാരും ബന്ധപ്പെട്ടവരുമായി പോലും ഭിന്നിക്കുന്നവരുമായി കഴിയുന്നവരും ഈ നാളിലുണ്ട്. ചൊവ്വയോ വ്യാഴമോ ജാതകത്തിൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നത് കാർത്തിക നാളുകാർക്ക് കഠിനമായ അധ്വാനമോ മനസമാധാനക്കുറവോ ആരോഗ്യക്കുറവുകളും നേരിടേണ്ടി വരുന്നു. യാന്ത്രികമായ പ്രവർത്തനങ്ങൾക്കും ലോഹപ്പണികൾ ആരംഭിക്കുന്നതിനും ഈ നക്ഷത്രം നല്ലതാണ്. ഇതിൻ്റെ ദശാനാഥൻ ആദിത്യനാണ്. ജനനം ആദിത്യദിശയിൽ, തുടർന്ന് ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ, വ്യാഴദശ, ശനിദശ, ബുധദശ എന്നീ ക്രമത്തിലാണ് ദശാകാലങ്ങൾ വരുന്നത്.